ഹലോ മച്ചന്മാരെ, നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ പണിയില്ല. ഇവിടെ എല്ലാം പ്രൈമർ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നു. ഫുൾ പ്രൈമറിൻ്റെ പണി കഴിഞ്ഞു. എല്ലാം നിങ്ങളുടെ കണ്ട് കാണാം. എല്ലാം ചുരണ്ടി പറക്കി ഇളക്കി ടൂക്കി അടിച്ച് താഴത്തെ ഇവിടുത്തെ ഉക്കലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്, അതൊക്കെ മാറ്റി മൊത്തം പ്രൈമർ അടിച്ച് ഇറക്കിയിട്ടിരിക്കുന്നു. കിച്ചണിലോട്ട് നോക്കുമ്പോൾ കിച്ചണിൻ്റെ ഇത് കണ്ട എൻ്റെ ഈ തടിയിലൊക്കെ ചെയ്യണ ഒരു വീടിൻ്റെ അവസ്ഥ കണ്ട. ഇതേപോലെ കുറേ ദിവസം കഴിയുമ്പോൾ ഉക്കലായിരുന്നു, വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ടെങ്കിൽ കണ്ട. അതുകൊണ്ട് ഇതേപോലത്തെ സാധനങ്ങൾ ചെയ്യലെന്നാണ് എല്ലാവരും ഇതേപോലത്തെ വുഡിൻ്റെ പരിപാടി തുടങ്ങും. കിച്ചൺ റാക്ക് എന്ന് പറഞ്ഞ് ചെയ്യൽ ഇത് കണ്ട. ഇപ്പോൾ ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കിടക്കും, കാലാകാലം കിടക്കും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്ക്രൂവിൻ്റെ അത് മുറുക്കി കൊടുത്താൽ മതി തൂങ്ങുമ്പോൾ ഉണ്ടല്ലേ. അല്ല ഈ വുഡിലൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഇതായിരിക്കും അവസ്ഥ. എന്താ കണ്ട, ഹോളടിച്ച് പോയിരിക്കുന്നുണ്ടോ? അതൊക്കെ ഹോളാണല്ലോ, ഇത് കണ്ട ദ്രവിച്ച് പോകുന്നത്. ഈ അവസ്ഥയാണ്. കിച്ചണിലൊന്നും ഒരിക്കലും ഇതെടുത്ത് ചെയ്യല്ലേട്ടോ, വുഡിൻ്റെ ചെയ്യല്ലേട്ടോ. ഇത് മറ്റെന്തോ ഒരു തടിയാണ്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുക്കള സൈഡൊക്കെ ഇല്ലേ, അടുക്കള സൈഡൊക്കെ നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ വരുന്ന സ്ഥലം, വെള്ളത്തിൻ്റെ ഗ്ലാസ്സൊക്കെ കൊണ്ട് ചിലപ്പോൾ ഇവിടെ കമ്പത്തി വയ്ക്കും. അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഫിസറടിച്ച് ഇതേപോലെയൊക്കെ വരും കണ്ടല്ലേ. അങ്ങനെ ഇതിൻ്റെ പണി. പിന്നെ ഇവിടുത്തെ കട്ടള മൊത്തം പോയി. ഇവിടെ ഒരു കട്ടള ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഞത്തിന് വേറെ കട്ടള ചെയ്യാൻ പോകുന്നില്ലേ. കിച്ചൻ്റെ സൈഡാണ്. കിച്ചൻ്റെ സൈഡ് മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, മാറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. മാക്സിമം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കും കാലാകാലം. വുഡെല്ലാം പോവും എടുത്തുകൊണ്ടാക്കാം. വീടിൻ്റെ അടുത്തൊക്കെ ഒരു പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നേ, അതെല്ലാം മാറ്റി ഉണ്ടല്ലേ. ഇവിടെ എല്ലാം പടങ്ങൾ വരച്ചിട്ടുണ്ട്. ഇപ്പം പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി കളർ വരുമ്പോൾ ഇതങ്ങ് മാറാം, ഇതെല്ലാം മാറാം. ചുമ്മാ ആവശ്യമില്ലാതൊക്കെ ആദ്യം അവരെ ഓരോ മോഡലിലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നീടാണ് സെക്കൻഡ് റീപെയിൻറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം തലവേദന. ഇതുണ്ടോ വെള്ളമൊക്കെ ഇത് ഈ സൈഡ് ബാത്റൂമാണ്, മനസ്സിലായില്ലേ. അന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറ സൈഡ് ബാത്റൂമാണ്. അവിടുത്തെ വെള്ളമാണ് ഈ ലീക്കേജ് ചെവിരെല്ലാം ഇങ്ങനെയാവുന്നത്. ബാത്റൂമിൻ്റെ സൈഡിലുള്ള ചെവര് മാക്സിമം അവിടെയൊക്കെ പൊളിച്ചവരെല്ലാം ഇടിച്ച് പൊളിച്ചിരിക്കുന്നുണ്ട്. ശാന്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം ഇടിച്ച് പൊട്ടിച്ച്. ഇനി ഇപ്പം മറ്റേ ട്യൂക്ക് ഇറങ്ങുന്നുണ്ട് ബാത്റൂമിൻ്റെ സൈഡാണ്. എന്താ ഇളവണുണ്ട ഓരോന്നായിട്ടൊക്കെ ഇളവിളായി പോകുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ. എന്താ ഇതെല്ലാം വീടുകളിലും കാണും. അപ്പോൾ ഇതിനാണ് ഇവർ ട്യൂക്ക് ഒരു സാധനം ഇറക്കുന്നുണ്ട്. അത് അടിച്ചിട്ടേക്കാണ് ഇപ്പം ചെയ്യുന്നത്. അതാകുമ്പോൾ ഇച്ചിരി കിടക്കും, വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അടുത്തിന് ഇവിടെയാണ് പെയിൻറ്റിങ്. പിന്നെ ഇതിൽ ഇവർ ഈ ചെവരെല്ലാം മറ്റേ സ്റ്റക്കോ മനസ്സിലായേണ്ട ഈ ഒരു ഗ്രിപ്പുള്ള സെറ്റപ്പിലാണ് പൂശിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഇവർക്ക് വേണ്ട, ഇനി മൊത്തം പുട്ടിയിട്ട് ഇറക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിന് മൊത്തം പുട്ടിയിടേണ്ടി വരും ഫുള്ള്. ഇതൊക്കെ ആദ്യമൊക്കെ ഇവർ ഐഡിയ ഇല്ലാതെ അന്നത്തെ മോഡലൊക്കെ ചെയ്ത് വയ്ക്കണം. പക്ഷേ ഒരു കണക്ക് ഇതൊക്കെ പ്രത്യേകതയാണ് കേട്ടോ. ഹാളിൽ ഇത് സ്റ്റക്കോ മോഡലൊക്കെ ചെയ്യുന്നതുണ്ടല്ലേ. ഇനി ഇത് മൊത്തം പുട്ടിയിട്ട് ഇറക്കണം. പിന്നെ മുകളിൽ ഓട്, ഇത് പഴയ മോഡലാണ് കേട്ടോ. ഇവർ നേരത്തെ ചെയ്ത വീടാണ്. ഇതൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ ഇളവും കൊണ്ടു ലീക്കേജൊക്കെ ഉണ്ടാവും. വേണ്ട കോൺക്രീറ്റ് ചെയ്തതാണ്. ഇനി അത് ഇളക്കണം. ഇവിടെ നിന്ന് കൊണ്ട് ഇളകി വിടുന്നു. പ്ലാസ്റ്റർ ചെയ്താലും വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങില്ല. ഏതെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ സാധനങ്ങളെല്ലാം പോകാൻ തുടങ്ങും. ഇളകി അങ്ങനെയാണ് ഇളകി തുടങ്ങിയത്. അങ്ങനെ പണി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ പണി നടക്കുന്നത്. ഇനിയിപ്പോൾ നോക്കാം. വരച്ച് കുറിച്ചൊക്കെ വെച്ചിരിക്കുന്നു. ഈ വരച്ച് കുറിച്ച് വെക്കണമെന്നുണ്ട പാട്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വരച്ച് കുറിച്ച് വെക്കുന്നതിൽ. വേണ്ട ഇവിടെ ലീക്കേജ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. ഈ നമ്മുടെ താഴെയാണെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ലീക്കേജ് എന്തായാലും വരും അതൊക്കെ ചെവിരിലൊക്കെ. ഇവിടെ മുകളിലത്തെ നിലയിൽ ലീക്കേജ് വന്നിരിക്കുന്നത് എങ്ങനെ വന്നൊന്നൊരു പിടിയിട്ടില്ല. ഉക്കൽ കണ്ട, ഇത് വെള്ളത്തിന് ഈർപ്പടിക്കുമ്പോഴാണ് ഇതുകൊണ്ട് ഇളവണം. എങ്ങനെ വന്നെന്നൊരു പിടിയില്ല. അയ്യോ, ഞാൻ കുറേ നേരം ബാഗും തൂക്കിയാണ് നടക്കുന്നത്. ഇനി ബാഗിനെ ഉപയോഗിക്കട്ടെ കണ്ടല്ലേ. ഇനി ഇതിൽ കുറേ പരിപാടികളുണ്ട്. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം 4ാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം 4ാമത്തെ ദിവസമാണ് ഇന്ന്. 4 ദിവസം. അപ്പോൾ ഇനി ബാഗ് വയ്ക്കട്ടെ. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം. 3ാമത്തെ ദിവസമാണ് നമ്മൾ താഴത്തെ നിലയിലായിരുന്നു. അപ്പോൾ ഇന്ന് മുകളിലത്തെ നിലയും കൂടെ ഒക്കെയാണ്. 3 ദിവസം കൊണ്ട് മുകളിലത്തെ നില നമ്മൾ താഴത്തെ നിലയിൽ പ്രൈമർ അടിച്ച് ഫിനിഷ് ചെയ്തേ. അത് ക്രാക്കെല്ലാം പൊട്ടിച്ച് ക്ലീൻ ചെയ്തെല്ലാം 3 ദിവസം കൊണ്ട് താഴത്തെ നിലയിൽ എല്ലാം ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇനി ഇവിടെ അടുത്തിന് ഇന്ന് ഇവിടെ കയറി 4ാമത്തെ ദിവസം ഇവിടെ കയറി ഈ ലീക്കേജ്, വെള്ളത്തിന് ഉക്കലൊക്കെ അല്ലേ,
അതിനെല്ലാം ചുരണ്ടി കളഞ്ഞ് പ്രൈമർ അടിച്ച് 2K അടിച്ച് പ്രൈമർ അടിക്കും. ഇതെല്ലാം കളയും. ബാത്റൂമിൻ്റെ സൈഡൊക്കെ ബാത്റൂമൊക്കെ റൂമിനകത്ത് കെട്ടുന്നവർ ഇനിയുള്ളവർ 2K എന്ന് പറയുന്ന സാധനമുണ്ട്, ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അതൊക്കെ അടിച്ചിട്ട് വേണം ടൈലൊക്കെ ഒട്ടിച്ചെടുക്കാനൊക്കെ. അല്ലെങ്കിൽ എത്ര ടൈൽ ഒട്ടിച്ചാലും വെള്ളം ഇറങ്ങി ഇതേപോലെ ലീക്ക് വരും. കണ്ടില്ലേ, ഇതേപോലെ നല്ല ലീക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. മൊത്തം ഇവിടെ പ്രൈമർ അടിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ വീഡിയോയും കൂടി ഇഷ്ടമായെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം.